ഗൈസ്, ഇത് ഉത്രട്ടാതി നാളിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് ലച്ചുവിന്റെ പിറന്നാള് ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓണോ ഇന്ന് തന്നെയാണ് കേട്ടോ. നമ്മുടെ പിറന്നാളുകാരി ദേ ഇവിടെ കിച്ചണിൽ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു. വേറൊന്നും അല്ല, ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. നല്ല പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേച്ചി കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ സേമിയ പായസം ആയിരുന്നു. പിന്നെ ഞാൻ നേരെ ചെന്ന് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. എന്നെ പോലെ സദ്യ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. തിരുവോണം മുതൽ ഇങ്ങോട്ട് എല്ലാ ദിവസവും സദ്യയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറന്നാളുകാരിയുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിധത്തിലാണ് കേട്ടോ അവളെ പിടിച്ച് അവിടെ ഇരുത്തിയത്. അങ്ങനെ പരിപ്പൊഴിച്ച് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഇന്ന് ലച്ചുവിന്റെ ആണല്ലോ പിറന്നാൾ. അപ്പൊ ആദ്യത്തെ ഉരുള അവള് തന്നെ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ അവളെയും കൊണ്ട് ആദ്യത്തെ ഉരുള കഴിപ്പിക്കാൻ വരുന്ന പാടാണ് കേട്ടോ ഇത്. പപ്പടം പൊടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ദേ അതിനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാർ കുറച്ച് സ്ലോയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളൊന്ന് കഴിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇളക്കി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പരിപ്പും പപ്പടം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ആദ്യത്തെ ഉരുള കഴിച്ചത്. ആദ്യമായിട്ട് ചോറ് ഞാൻ 3 പകുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ ഒന്നില് പരിപ്പ്, ബാക്കി 2 സാമ്പാറും പുളിശ്ശേരി ഒഴിച്ച് കഴിക്കാനായിരുന്നു കേട്ടോ എന്റെ പ്ലാൻ. പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാ ചോറും കൂടി കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാറും പുളിശ്ശേരി ഒരുമിച്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ സാമ്പാർ കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പുളിശ്ശേരി ഒഴിച്ച് കഴിക്കാറ്. ഇതിപ്പോ എന്തായാലും ഞാൻ പതിവൊന്ന് തെറ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പഴവും പപ്പടം ഒക്കെ ഇട്ട് ഇളക്കി സേമിയ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.